പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയെ ചേർത്തുപിടിക്കാൻ പരിശ്രമിക്കണമെന്ന് വിജയപുരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ. വിജയപുരം രൂപതയുടെ ഭദ്രാസന ദേവാലയമായ കോട്ടയം വിമലഗിരി കത്തീഡ്രൽ തിരുനാളിനോടനുബന്ധിച്ച് വിജയപുരം രൂപതയുടെ വിവിധ മേഖലകളിൽ നിന്ന് കാൽനട തീർത്ഥയാത്രയിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ്. സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രവും വിജയപുരം രൂപതയുടെ ഭദ്രാസന ദേവാലയവുമായ കോട്ടയം വിമലഗിരി കത്തീഡ്രൽ തിരുനാളിനോടനുബന്ധിച്ച് വിജയപുരം രൂപതയുടെ വിവിധ മേഖലകളിൽ നിന്ന് നടത്തിയ കാൽനട തീർത്ഥാടന യാത്ര ഭക്തിസന്ദ്രമായി. ഡിസംബർ 5-ാം തീയതി രാവിലെ പീരുമേട് ഫൊറോനയുടെ നേതൃത്വത്തിൽ കുമളി, വിശ്വനാഥപുരം, അരണയ്ക്കൽ ഇടവുകളിൽ നിന്നും തീർത്ഥാടകർ വണ്ടിപ്പെരിയാർ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. തീർത്ഥാടകരെ പീരുമേട് മേഖല ഫൊറോന വികാരി ഫാദർ ജോസ് കുറുവിള കാടൻതുരുത്തിയിൽ, വണ്ടിപ്പെരിയാർ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും ഫൊറോന വികാരി എല്ലാവർക്കുമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ പീരുമേട് മേഖലയിലെ കട്ടപ്പന, കല്ലാർ, വാഗമൺ, ചീന്തലാർ, ചപ്പാത്ത്, ഏലപ്പാറ, പാമ്പനാർ എന്നീ ദേവാലയങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ കുട്ടിക്കാനം ദേവാലയത്തിലെത്തുകയും അവിടെ നിന്ന് 450ഓളം വരുന്ന തീർത്ഥാടകർ ഒരുമിച്ച് വിമലഗിരിയിലേക്ക് യാത്ര ആരംഭിക്കുകയും മുണ്ടക്കയം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം എല്ലാവരും വൈകുന്നേരം 6 മണിയോടുകൂടി പൊടിമറ്റം സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. 3-ാം ദിവസം രാവിലെ 5:30 പദയാത്ര പുനരാരംഭിക്കുകയും വാഴൂർ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ 8:45 എത്തിച്ചേർന്നു. ദിവ്യബലിക്ക് ശേഷം വിജയപുരം രൂപതാധ്യക്ഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ പിതാവിന്റെ ആശീർവാദത്തോടുകൂടി പദയാത്ര പുനരാരംഭിച്ചു. സഹനങ്ങളുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണമെന്ന് അഭിവന്യ പിതാവ് ഉദ്ബോധിപ്പിച്ചു. പക്ഷെ ആ ഒരു നടപ്പിനും ആ ഒരു വേദനയ്ക്കും ലോകത്തോട് പറയുന്നത്, ഈ വേദനയ്ക്കൊരർത്ഥം, ഈ കഷ്ടപ്പാടിനൊരർത്ഥം, ഈ തീർത്ഥാടനത്തിനൊരർത്ഥം, അത് നിങ്ങൾ കാണുക, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആയിരിക്കേണ്ടിടത്ത് ആയിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ എവിടെയാണ് ആയിരിക്കേണ്ടത്? പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധി. ഇന്നലെ ആരോ പ്രസംഗിച്ച് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട്. നിങ്ങളുടെ ഈ തീർത്ഥാടനം ദൈവത്തിൻ്റെ അമ്മയുടെ മടിയിലേക്കുള്ള ഈ തീർത്ഥാടനം അമ്മ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കും. നമ്മുടെ ഈ മുറിവുകളൊക്കെ അപ്രത്യക്ഷമാണ്. നമുക്ക് ഏറ്റവും നാം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള മുറിവാണ്. പദയാത്രയുടെ ഉദ്ദേശലക്ഷ്യത്തെക്കുറിച്ച് പീരുമേട് മേഖല ഫൊറോന വികാരി ഫാദർ ജോസ് കുറുവിള കാടൻതുരുത്തിയിൽ ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു. കാലാകാലങ്ങളായി വളരെ വിശ്വാസപൂർവ്വം അനേകം മക്കള് പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പദയാത്രയിൽ പങ്കുചേരുകയും വിമലഗിരി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം, പ്രത്യേകിച്ച് 2025 ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 2025 വർഷം പൂർത്തിയാക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക് പങ്കാളികളാകുകയും ചെയ്യാണ്. ഒത്തിരി വിശ്വാസപൂർവ്വം തീർത്ഥാടനം ചെയ്യുന്ന മക്കൾക്ക് അനേകങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിരവധിയായി ലഭിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം കൂടി വരുന്നത്. ഇത് വളരെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വളരെ മാധ്യസ്ഥത്തിൻ്റെ വലിയ സാക്ഷ്യമാണ്. ഈ നാട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ തീർത്ഥാടകർ ഈ വഴി എത്രയും ഏകദേശം 110 കിലോമീറ്ററോളം കാൽനടയായി ഈ തീർത്ഥാടനത്തിൽ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വിശ്വാസ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നത്. പദയാത്ര വൈകുന്നേരം 8 മണിയോടെ വിമലഗിരി ദേവാലയത്തിൽ എത്തിച്ചേരുകയും തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു. പീരുമേട് മേഖലയുടെ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് പീരുമേട് മേഖല ഫൊറോന വികാരി ഫാദർ ജോസ് കുറുവിള കാടൻതുരുത്തിയിലും പദയാത്ര കൺവീനർമാരായ ഫാദർ കുരുവിള അഗസ്റ്റിൻ കുരിശുവീട്ടിൽ, ഫാദർ ജോൺസൺ ഒറ്റത്തിങ്ങുങ്കൽ എന്നിവരാണ്. തീർത്ഥയാത്രയിൽ പങ്കാളികളാവാൻ അനേകായിരങ്ങളാണ് എത്തിച്ചേർന്നത്. ഷെക്കിന ന്യൂസ്, കോട്ടയം.